ഹലോ നമസ്കാരം, ദിനേശ് മാധവാണ്. എന്തൊക്കെയാ, സുഖല്ലേ? അപ്പോൾ രണ്ടാം നോൻപാണെന്ന്. ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ്. എല്ലാവരും ജുമയ്ക്കൊക്കെ പോയി. ഫസ്റ്റ് വെള്ളിയാഴ്ചയല്ലേ, നോമ്പിൻ്റെ ഫസ്റ്റ് വെള്ളിയാഴ്ച. ഏ, എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കൂ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ടിപ്സ്, കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ഒരാളോട് കമ്മിറ്റ്മെൻ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള എൻ്റെ ധാരണകളാണ്. അതായത്, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് കടമായിട്ട് പൈസയോ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവനോട് കമ്മിറ്റ്മെൻ്റായി. പിന്നെ അവൻ എന്ത് തെറ്റ് ചെയ്താലും ചെറുതായിട്ടൊന്ന് കണ്ണടക്കേണ്ടി വരും. അതിന് പറയുന്ന പേരാണ് കമ്മിറ്റ്മെൻറ്റ്. അവൻ്റെ അടിമയാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളെ കീഴിലുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസയോ കാര്യങ്ങളോ ഒന്നും വാങ്ങാൻ പാടില്ല. നമ്മളെ ഒപ്പമുള്ള ആൾക്കാരോട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ മുകളിലുള്ള ആൾക്കാരോട് അങ്ങനെ ശ്രമിക്കുക. 2, നമ്മൾ എവിടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പൊസിഷൻ ഉണ്ടാവും, നമുക്കൊരു കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആ കമ്പനിയിലുള്ള ഒരു വെണ്ടറോട് ഒരു സാധനം വാങ്ങാൻ പാടില്ല, ഒരു ചായ പോലും കുടിക്കാൻ പാടില്ല. അതും കമ്മിറ്റ്മെൻ്റ് ആവും. അപ്പോൾ അവരിൽ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ നമ്മൾ കണ്ണടയ്ക്കേണ്ടി വരും. 2, അതും കമ്മിറ്റ്മെൻറ്റിൽ പെട്ടതാണ്. അപ്പം ഇനി സ്ഥാപനത്തിലായാലും പോലീസായാലും പോലും, ഇപ്പം ചില പോലീസുകളൊക്കെ പൈസയൊക്കെ വാങ്ങുന്നതൊക്കെ അവർക്കൊന്നും ഒരു തീരെ ഒരു ഇതുണ്ടാവില്ല, വിലകളുണ്ടാവില്ല. കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർ, അങ്ങനെ പല, അതായത് അവനാന്നെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ പുറമെ വാങ്ങുന്ന വേതനങ്ങളൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഭാഗമായിട്ടായിരിക്കും. നമ്മളെപ്പോഴും ഒരു ഞെട്ടലില്ലാത്തൊരു ആളെ പോലെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആവാൻ ശ്രമിക്കുക, കമ്മിറ്റ്മെൻ്റ് ആവരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ടിപ്സ്. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു.